അടുത്തത് നമ്മോട് സംസാരിക്കുന്നത് സ്മെക് ജോയിന്റ് സെക്രട്ടറി, ഈ സ്ഥാപനത്തിലെ അധ്യാപകൻ കൂടിയായ ഉസ്മാൻ മിഷ്കാത്തി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വസയ്യിആതി അഅ്മാലിനാ. മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുളിൽഹു ഫലാ ഹാദിയ ലഹു. വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. ولا تكونوا كالذين نسوا الله فأنساهم أنفسهم أولئك هم الفاسقون. لا يستوي أصحاب النار وأصحاب الجنة. أصحاب الجنة هم الفائزون. വേദിയിലും സദസ്സിലുമുള്ള ഇസ്ലാഹി പണ്ഡിത ശ്രേഷ്ഠരെ, കാരണവന്മാരെ, ബഹുമാന്യരായ സഹോദരി സഹോദരങ്ങളെ, ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം കഴിവിൻ്റെ പരമാവധി ജഗന്നിയന്താവായ സൃഷ്ടാവായ പരിപാലകനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ സൂക്ഷ്മതയോടുകൂടി നിലനിർത്തിപ്പോരുവാനും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരമാദരണീയമായ തിരുചര്യകളെ ബഹുമാനപൂർവം ജീവിതത്തിൻ്റെ സകല മേഖലകളിലും നിലനിർത്തിക്കൊണ്ടിരിക്കുവാനും എവിടെ വച്ച് എപ്പോൾ ഏത് വിധത്തിൽ മരണപ്പെടുകയാണെങ്കിലും സ്വർഗാവകാശികളായി മരണപ്പെടാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തഖികളിൽ ഉൾപ്പെടുവാനും നമ്മൾ ഓരോരുത്തരും നിരന്തരമായി പരിശ്രമിക്കുകയും അതിലേറെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യണം എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, പ്രപഞ്ച സംവിധാനത്തിൽ 10 ലക്ഷത്തിലധികം ജീവിവർഗങ്ങളുണ്ട് എന്നാണ് കണക്കാക്കപ്പെട്ടിട്ടുള്ളത്. ആ ജീവിവർഗങ്ങളെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചത് അവ തിര്യക്കുകളാവട്ടെ, വിവേക ബുദ്ധിയുള്ളവയാവട്ടെ, വൃക്ഷലതാദികളോ പക്ഷിമൃഗാദികളോ മഹാസാഗരങ്ങളോ മഹാപർവ്വതങ്ങളോ ആവട്ടെ, ജീവനുള്ളതോ നിർജീവമോ ആവട്ടെ, അവയൊക്കെ അല്ലാഹുവിലേക്ക്, അല്ലാഹുവിനോട് നിരന്തരമായി സ്തോത്രകീർത്തനങ്ങൾ അർപ്പിച്ചു കൊണ്ടിരിക്കുകയും അല്ലാഹുവിന് സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുകയുമാണ് എന്നാണ്. അലം തറ അന്നല്ലാഹ യുസബ്ബിഹു ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള്. താങ്കൾ കാണുന്നില്ലേ
ആകാശഭൂമികളിലുള്ള ജീവസ്സുള്ളതും ഇല്ലാത്തതുമായ സകലമാന വസ്തുക്കളും അല്ലാഹുവിന് തസ്ബീഹ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹും, അവയുടെ സ്തോത്രകീർത്തനങ്ങൾ തസ്ബീഹുകൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നു മാത്രമേയുള്ളൂ. മറ്റൊരു വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അലം തറ അന്നല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർള് വശംസു വൽ ഖമറു വന്നുജൂമു വൽ ജിബാലു വദ്ദവാബു വശജറു വകതീറും മിനന്നാസ്. നിങ്ങൾ കാണുന്നില്ലേ? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ചിന്തിച്ചിട്ടുണ്ടോ? ആകാശഭൂമികൾക്കിടയിലുള്ള സകലതും, സൂര്യചന്ദ്ര നക്ഷത്രാദികൾ, വൃക്ഷലതാദികൾ, പക്ഷിമൃഗാദികൾ, ജന്തുവർഗങ്ങൾ, മഹാസാഗരങ്ങളും മഹാപർവ്വതങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഗരിമക്കും മഹത്വത്തിനും മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ചു കൊണ്ടിരിക്കുകയാണ്, സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വതയുറു സ്വാഫാത്തിൻ കുല്ലും ഖദ് അലിമ സ്വലാത്തഹു വ തസ്ബീഹ. പക്ഷി പറവകളാണെങ്കിൽ അവ പോലും അവയ്ക്ക് ഓരോരുത്തർക്കും അവയുടെ സൃഷ്ടാവായ തമ്പുരാനോടുള്ള ബാധ്യതകളുടെ നിർവഹണത്തിന് ഏതു മാർഗം സ്വീകരിക്കണമെന്ന് അവയ്ക്ക് കൃത്യമായി അറിയാം. വത്വൈറു കുല്ലുൻ ഖദ് അലിമ സ്വലാത്തഹു വ തസ്ബീഹ. എങ്ങനെയാണ് അല്ലാഹുവോട് പ്രാർത്ഥിക്കേണ്ടത്, അല്ലാഹുവിനെ ഇബാദത്തെടുക്കേണ്ടത്, അല്ലാഹുവിനെ തസ്ബീഹ് ചൊല്ലേണ്ടത് എന്നോ അവയ്ക്കെല്ലാം അറിയാം. വളിലാലുഹും ബിൽ ഗുദുവി വല്ലാസ്വാൽ. ജീവിവർഗങ്ങളുടെ നിഴലുകൾ പോലും പ്രഭാതങ്ങളിലും പ്രദോഷങ്ങളിലും റബ്ബ് സുബ്ഹാനഹു വ തആലയ്ക്കോ സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ബോധ്യപ്പെടുത്തി. എന്നിട്ട് അല്ലാഹു നമ്മളോട് പറഞ്ഞു, വലഖദ് കറംനാ ബനി ആദം വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ വറസഖ്നാഹും മിനത് ത്വയ്യിബാത്ത് വഫളൽനാഹും അലാ കതീരിൻ മിമ്മൻ ഖലഖ്നാ തഫ്ളീലാ. ഈ ചരാചരങ്ങളെക്കാളൊക്കെ നാം മാനവതയെ ആദരിച്ചിരിക്കുന്നു. മറ്റുള്ളവയ്ക്കില്ലാത്ത രൂപത്തിൽ കരലിലും കടലിലും ആകാശലോകത്തും അവർക്ക് നാം സഞ്ചാരപഥങ്ങളും സൗകര്യങ്ങളും ഏർപ്പെടുത്തി കൊടുത്തിരിക്കുന്നു. വിശുദ്ധമായ വസ്തുവകകൾ അവൾക്ക് ഭക്ഷ്യപേയങ്ങളായി നാം തയ്യാറാക്കി കൊടുത്തിരിക്കുന്നു. വഫളൽനാഹും അലാ കതീരിൻ മിമ്മൻ ഖലഖ്നാ തഫ്ളീലാ. നമ്മുടെ സൃഷ്ടിവകകളിൽ വെച്ച് ബഹുഭൂരിഭാഗത്തെക്കാളും നാം മനുഷ്യനെ ശ്രേഷ്ഠപ്പെടുത്തിയിരിക്കുന്നു. ഇത്രയും പറഞ്ഞതിന് ശേഷം അല്ലാഹു നമ്മളോട് ചോദിച്ചു, അഫഹസിബുത്തും അന്നമാ ഖലഖ്നാകും അബസാ. അല്ല മനുഷ്യരെ, നാം നിങ്ങളെ ഒരു കളിതമാശയായി പടച്ചതാണ് എന്നെങ്ങാനും നിങ്ങൾ വിചാരിച്ചുവോ? വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. നിങ്ങൾ നമ്മിലേക്ക് മടക്കപ്പെടുകയില്ല എന്നോ മറ്റോ ആണോ നിങ്ങളുടെ വിചാരം? ലൗ അറദിനാ നത്തഖിദ ലഹുവൻ ലത്തഖദിനാഹു മിൻ ലദുന്നാ ഇൻ കുന്നാ ഫാഇലീൻ. നമുക്ക് വേണമെങ്കിൽ ഒരു നേരം പോക്കിന് ടൈം പാസിന് നിങ്ങളെ പടച്ചു വിടാമായിരുന്നു. പക്ഷേ നാം അങ്ങനെയല്ല ചെയ്തിട്ടുള്ളത്. വമാ ഖലഖ്ന സ്സമാവാതി വൽ അർള വമാ ബൈനഹുമാ ലാഇബീൻ. ആകാശഭൂമികൾക്കിടയിലുള്ള യാതൊന്നും തന്നെ നാം കടിതമാശയായി പടച്ചതല്ല. മാ ഖലഖ്നാഹുമാ ഇല്ലാ ബിൽ ഹഖ്. അവയുടെയൊക്കെ സൃഷ്ടിപ്പിന്റെ പിന്നിൽ നമുക്ക് യഥാതഥമായ ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ടോ?
അവയൊക്കെ അത് തിരിച്ചറിഞ്ഞ് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരികയും ചെയ്യുന്നു. വലാകിന്ന അക്തറന്നാസി ലാ യഅലമൂൻ. മൃഗീയ ഭൂരിപക്ഷം വരുന്ന മാനവത അവരുടെ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം തിരിച്ചറിഞ്ഞിട്ടില്ല. അഹസിബൽ ഇൻസാനു അൻ യുത്രക സുദാ. മനുഷ്യരെ, നിങ്ങളെ നാം സൃഷ്ടിച്ചത് നിങ്ങൾ വെറുതെ വിടപ്പെടുമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അലം യകുൻ നുത്ഫതം മിൻ മനിയ്യിൻ യുംനാ. ഇപ്പോഴിങ്ങനെ പണക്കാരനായി, പ്രതാപിയായി, സുന്ദരനായി, ആരോഗ്യവാനായി, തറവാടിയായി, ഉദ്യോഗസ്ഥ പ്രഭുവായി, ഭരണാധികാരിയായി, നാട്ടുപ്രമാണിയായി വിലസുന്നവരാണ് നിങ്ങൾ. ഇതല്ലല്ലോ നിങ്ങളുടെ ആദിമരൂപം. അലം യകുൻ നുത്ഫതം മിൻ മനിയ്യിൻ യുംനാ. നിങ്ങൾ പണ്ട് ആരായിരുന്നോടോ? ഒരു സിക്താണ്ഡമായിരുന്നില്ലേ? സുമ്മ കാന അലഖതൻ ഫഖലഖ ഫസവ്വാ. പിന്നെ നിങ്ങളൊരു രക്തക്കട്ടയായി, മാംസപിണ്ഡമായി, എല്ലായി അതിൽ പേശികൾ വന്ന് അങ്ങനെ എങ്ങനെ പടിപടിയായി വന്നു. സുമ്മ അൻശഅനാഹു ഖൽഖൻ ആഖർ ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. പിന്നെയല്ലേ നിങ്ങൾ ഇക്കോലത്തിൽ മനുഷ്യക്കുഞ്ഞായി വന്നത്? ഇവിടെ വരുമ്പോൾ നിങ്ങളുടെ അവസ്ഥ എന്താണ്? വല്ലാഹു അഖ്റജകും മിൻ ബുത്തൂനി ഉമ്മഹാത്തിക്കും ലാ തഅലമൂന ശൈആ. ഇവിടെ നിങ്ങൾ വരുമ്പോൾ ഇന്നുള്ള പ്രതാപമൊന്നും നിങ്ങൾക്കുണ്ടായിരുന്നില്ലല്ലോ. നിങ്ങളുടെ മാതാക്കളുടെ ഗർഭാശയങ്ങളിൽ നിന്ന് പുറത്തു വന്നപ്പോൾ നിങ്ങളുടെ അവസ്ഥ യാതൊന്നും തിരിയാത്ത, ഒരു ചുക്കും ചുണ്ണാമ്പും തിരിയാത്ത ശുദ്ധ നിസ്സഹായാവസ്ഥയായിരുന്നില്ലേ നിങ്ങൾക്ക്? ലതർകബുന്ന തബഖൻ തബഖോ. പിന്നെ നിങ്ങളെ പടിപടിയായി വളർത്തിക്കൊണ്ടുവന്നവൻ ആരാണ്? അല്ലാഹുവല്ലേ. ആ അല്ലാഹുവിന് അതിന്റെ പിന്നിൽ ഒരു ലക്ഷ്യമില്ലേ? ആ ലക്ഷ്യം തിരിച്ചറിയുവാൻ നിങ്ങൾക്കലം നജഅല ലഹു ഐനൈൻ വലിസാനം വശഫതൈൻ വഹദൈനാഹു നജ്ദൈൻ. നിങ്ങളൊരു കേവലമായി യാത്ര ചെയ്യേണ്ടി വരുമ്പോ അത് നിങ്ങൾക്കറിയാത്ത വഴിയാണെങ്കിൽ കവലകളായ കവലകളിലൊക്കെ നിങ്ങളുടെ യഥാർത്ഥ വഴി ചോദിക്കുവാൻ നിങ്ങൾക്ക് നാവും ചുണ്ടുകളുമില്ലേ? നിങ്ങൾ പോകുന്ന വഴിയിൽ കല്ലുമുള്ളുകളും മറ്റു കുണ്ടുകുഴികളും കാണുവാൻ നിങ്ങൾക്ക് കണ്ണുകൾ നാം തന്നിട്ടില്ലേ? ആ കാഴ്ച ശക്തിയും ആ നാവും ചൊടിയും ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ വന്നത് എവിടെ നിന്നാണ്? നിങ്ങൾ എങ്ങനെയാണ് വന്നത്? ആരാണ് കൊണ്ടുവന്നത്? എങ്ങോട്ടാണ് പോകേണ്ടത്? ആരാണ് അവിടെ കാത്തു നിൽക്കുന്നത്? അവിടെ കൊണ്ടുപോകേണ്ടത് എന്താണ് എന്നൊക്കെ ഒന്ന് ചോദിച്ച് പഠിക്കാൻ എന്തുകൊണ്ട് നിങ്ങളുടെ ഈ അവയവങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൂടായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും. സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. ഇതിനൊക്കെ നാം കണക്ക് പറയേണ്ടി വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞെന്തെന്നറിയോ നിങ്ങൾ? യാ അയ്യുഹന്നാസു ഇൻ കുന്തും ഫീ ബഅസിൻ മിനൽ ബഈൻ കുന്തും ഫീ റൈബിൻ മിനൽ ബഅസ് ഫഇന്നാ ഖലഖനാകും ബിദ്ദുറഹാബ ثم من علقة ثم من مضغة مخلقة وغير مخلقة لنبين لكم ونقر في الأرحام ما نشاء إلى أجل مسمى ثم نخرجكم طفلا ثم لتبلغوا أشدكم. അങ്ങനെ ഗർഭപാത്രത്തിലെ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളിലൂടെ കടന്നു വന്ന് ഭൂമിയിൽ ശിശുവായി വന്നിപ്പോൾ ആരോഗ്യത്തോടുകൂടി തിരിച്ചറിവോടുകൂടി മാതാപിതാക്കളായി, ഭാര്യ ഭർത്താക്കളായി, മക്കളായി, ഉദ്യോഗസ്ഥന്മാരായി ജീവിക്കുന്നവരെ നിങ്ങൾ ഓർത്തിട്ടുണ്ടോ? വമിൻകും മൻ യുതവഫാ. നിങ്ങളോടൊപ്പം പഠിച്ച, നിങ്ങളോടൊപ്പം വളർന്ന നിങ്ങളുടെ ജ്യേഷ്ഠാനിയന്മാർ, നിങ്ങളെക്കാൾ പ്രായമുള്ളവരും ഇല്ലാത്തവരും നിങ്ങൾക്കിടയിൽ നിന്ന് ചോർന്നു പോയിട്ടുണ്ടോ? നിങ്ങൾക്കിടയിൽ നിന്ന് അവർ വന്ന വഴിയിലൂടെ അവരുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് തിരിച്ചു പോയിട്ടുണ്ടോ? ഇപ്പോഴും നിങ്ങളിവിടെ ബാക്കിയുണ്ടോ? നിങ്ങളെ ഇവിടെ ബാക്കി വെച്ചത് എന്തിനാണെന്ന് നിങ്ങൾ ആലോചിച്ചു പോ. നിങ്ങൾക്ക് മുമ്പാകെ നിങ്ങളുടെ മുമ്പിലൂടെ കടന്നുപോയ മയ്യിത്തുകൾ നിങ്ങളോട് എന്തെങ്കിലും സന്ദേശം തന്നിരുന്നുവോ എന്നോ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും. ഒരുപാട് മയ്യത്ത് കണ്ട് കുളിപ്പിച്ച് അതിൻ്റെ പിന്നാലെ പോയി അത് നമസ്കരിച്ച് അതിനു വേണ്ടി മറമാടി തിരിച്ചു പോന്നപ്പോ ആ മയ്യത്തുകൾ നമ്മളോട് എന്തേലും പറഞ്ഞിരുന്നോ? നമ്മുടെ ക്രൈസ്തവ സുഹൃത്തുക്കളുടെ മയ്യത്ത് കൊണ്ടുപോകുമ്പോഴേ ആ ശവപ്പെട്ടി നമ്മളോട് ചിലത് പറയും.
എന്താ പറയുക, ഇന്ന് ഞാൻ, നാളെ നീ, അല്ലേ? എവിടെ കാണും? എന്താണ് കൊണ്ടുപോകാനുള്ളത്? അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞത്, വലാ തകൂനൂ കല്ലദീന നസുല്ലാഹ്, അല്ലാഹുവെ മറന്നവരെ പോലെ നിങ്ങളാവരുത്. ജീവിതത്തിൻ്റെ ലക്ഷ്യം തിരിച്ചറിയാതെ ജീവിക്കാൻ വേണ്ടി മരിക്കാനും തയ്യാറുള്ളവരുടെ നാട്ടിൽ മരിക്കുവാൻ വേണ്ടി ജീവിക്കാൻ പഠിക്കേണ്ടവരാണ് മുസ്ലിമീങ്ങൾ എന്നർത്ഥം. വലാ തകൂനൂ കല്ലദീന നസുല്ലാഹ്. ഒരു റമദാനിൻ്റെ പടിവാതിൽക്കലാണ് നാം ഉള്ളത്. നാളെ വൈകുന്നേരം ഇൻഷാ അല്ലാഹ് നാം റമദാനിലായിരിക്കും. ഇന്ന് നാം ശഅബാനിലാണ്. ഇന്ന് എന്തായിരുന്നുവോ, എന്താണോ നാം, അതുതന്നെയാണ് നാളെയും നാം, അതുതന്നെയാണ് മറ്റന്നാളും നാം, അതുതന്നെയാണ് അടുത്ത ശവ്വാലിലും നാം എന്നത് നമുക്ക് പാടില്ല. നമ്മുടെ നാടൊരുങ്ങി, നമ്മുടെ വീടൊരുങ്ങി, നമ്മുടെ വീട്ടകങ്ങൾ ഒരുങ്ങി, വീട്ടു സാമഗ്രികൾ ഒരുങ്ങി, കൈക്കല തുണിയും കൊരണ്ടിപ്പലകയും വരെ കഴുകി വെച്ചു. ഒരു മാസത്തിനുള്ള പൊടികൾ, അരിപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞപ്പൊടി മുഴുവനായിട്ടും തയ്യാറാക്കി വെച്ചു. എന്നാണ് മരുമക്കളെ വിളിച്ച് സൽക്കരിക്കേണ്ടത് എന്നും എന്നൊക്കെയാണ് കുടുംബങ്ങളിലേക്ക് പോകേണ്ടത് എന്നും തീരുമാനിച്ചു. ചുരുക്കത്തിൽ റമദാനിലുള്ള കലണ്ടർ തയ്യാറായി. അങ്ങനെയല്ലേ? ഒരു റമദാൻ കടന്നു പോകേണ്ടത് എങ്ങനെയെന്ന കലണ്ടർ നാം തയ്യാറാക്കി. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റമദാൻ നിർബന്ധമാക്കിയപ്പോൾ നമ്മളോട് പറഞ്ഞത് 3 ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ് റമദാൻ എന്നാണ്. ഞാൻ നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കുന്നത് 3 ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ്. 3 ലക്ഷ്യങ്ങൾ നിങ്ങൾക്കുണ്ടാവണം എന്നതുകൊണ്ടാണ്. ആ ലക്ഷ്യങ്ങളിൽ എവിടെയും ഈ പറഞ്ഞത് എവിടെയില്ല. ആ ലക്ഷ്യങ്ങളിൽ ഒന്ന് നമുക്കറിയാം, കുത്തിബ അലൈക്കുമുസ് സിയാമു കമാ കുത്തിബ അലല്ലദീന മിൻ ഖബലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാവാൻ, ദൈവഭയമുള്ളവരാവാൻ, സൽസ്വഭാവികളാവാൻ, സത്യവിശ്വാസികളാവാൻ, കഴിഞ്ഞ കാലം പോലെ തന്നെ മുന്നോട്ട് പോകാതിരിക്കുവാൻ, എങ്ങനെയാണ് ഒരു മുസൽമാനായി ജീവിക്കാൻ സാധിക്കുക എന്ന് പരിശീലിക്കുവാനുള്ള കാലഘട്ടമാകുന്നു റമദാൻ. 2, വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും. നിങ്ങൾക്ക് ലഭിച്ച മഹത്തായ ഈ അവസരം വിനിയോഗപ്പെടുത്തി എങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം അല്ലാഹുവെ മഹത്വപ്പെടുത്തുന്ന ഒരു സംസ്കൃതി രൂപപ്പെടുത്തിയെടുക്കാമെന്ന് നിങ്ങൾക്ക് പരിശീലിക്കാൻ. വലഅല്ലക്കും തശ്കുറൂൻ. ഒരവസരം കൂടി നൽകിയ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം ശുക്ർ കാണിക്കുന്ന മനസ്സുണ്ടാകാൻ. അല്ലാഹുമ്മ ജഅൽനി അബ്ദൻ ശക്കൂറാ. റസൂലുള്ളാഹിന്റെ പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ ജഅൽനി ഫി ഇബാദിക ശാകിരീൻ. റസൂലുള്ളാഹിന്റെ പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ ജഅൽനി ലക ദക്കാറൻ ലക സക്കാറൻ ലക റഹാബൻ ലക മിത്വാനൻ ഇലൈക അവ്വാഹം മുഖ്ബിതം മുനീബാ. റസൂലുള്ളാഹിന്റെ പ്രാർത്ഥനയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിച്ച് കാലിന്റെ വണ്ണയിൽ നീര് വന്ന് പൊട്ടാറായി. ആയിഷ റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, യാ റസൂലല്ലാഹ് ലിമ്മ തഫ്അലു ഹകദ വഖദ് ഗഫറല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ. ദൂതരെ, എന്തിനാണ് അങ്ങിങ്ങനെ കഷ്ടപ്പെടുന്നത്? ഞങ്ങളൊക്കെ കഷ്ടപ്പെടുന്നത് ഞങ്ങൾക്ക് അല്ലാഹുവിങ്കിൽ നിന്ന് പാപമോചനം ലഭിക്കുവാനാണ് എന്ന് പ്രതീക്ഷിക്കാം, അതിനുവേണ്ടിയാണെന്ന് ന്യായീകരിക്കാം. പക്ഷേ അങ്ങേക്ക് കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ സകലമാന പാപങ്ങളും
അള്ളാഹു മുൻകൂട്ടി പുറത്തു തന്നിട്ടുണ്ട് എന്ന് വിശുദ്ധ ഖുർആനിൽ ഉണ്ടല്ലോ. ഇന്നാ ഫതഹ്നാ ലക ഫതഹം മുബീന ലിയഗ്ഫിറ ലക അല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ വയുതിമ്മു നിഅമതഹു അലൈക എന്ന് ഖുർആനിൽ തന്നെ അതിന് സാക്ഷ്യപത്രവും ഉണ്ടല്ലോ എന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹിനോട് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹിന്റെ മറുപടി എന്താണെന്നറിയോ നിങ്ങൾ? ആയിഷ, അതാണ് എൻ്റെ പ്രശ്നം. അല്ലാഹു നൽകിയ ഈ മഹത്തായ അനുഗ്രഹങ്ങളൊക്കെ നിലനിൽക്കേ അഫലാ അകൂന അബ്ദൻ ശകൂറാ, ഞാൻ നന്ദി കാണിക്കേണ്ടവനല്ലേ? നന്ദി കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇബാദത്തെടുക്കുന്നത്. അപ്പൊ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഇബാദത്തെടുക്കുന്നത് എങ്ങനെയാവണം? സ്വർഗം മോഹിച്ചുകൊണ്ട് ഇബാദത്തെടുക്കുന്നത് എങ്ങനെയാവണം? പരലോക രക്ഷയ്ക്ക് വേണ്ടി ഇബാദത്തെടുക്കുന്നത് എങ്ങനെയാവണം? അള്ളാഹുവിൻ്റെ റഹ്മത്തും ബറക്കത്തും ലഭിക്കാൻ, മഗ്ഫിറത്തും റഹ്മത്തും ലഭിക്കാൻ വേണ്ടി ജീവിക്കുന്നത് എങ്ങനെയാവണം? പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചോദിച്ചു, അലം യഅ്നി ലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹി വമാ നസല മിനൽ ഹഖ് വലാ യകൂനൂ കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബൽ ഫത്വാല അലൈഹിമുൽ അമദു ഫഖസത് ഖുലൂബുഹും വകസീറും മിൻഹും ഫാസിഖൂൻ. അല്ല മുഅ്മിനീങ്ങളെ, നിങ്ങൾക്കിനിയും സമയമായില്ലേ? അല്ലാഹുവിന്റെ ചോദ്യ. അല്ല മുഅ്മിനീങ്ങളെ, നിങ്ങൾക്കിനിയും സമയമായില്ലേ? അൻ തഖ്ശഅ ഖുലൂബുഹും ദിക്രില്ലാ, നിങ്ങളുടെ മനസ്സുകളിൽ അള്ളാഹുവിൻ്റെ ദിക്ർ ഏത് നേരവും ഉണ്ടായി അള്ളാഹുവിൻ വിനയമുള്ള ജീവിതം നയിക്കുവാനുള്ള ശീലം സമ്പാദിക്കാൻ നിങ്ങൾക്കിനിയും സമയമായില്ലേ? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാം, ഈ ആയത്ത്, സൂറത്ത് ഹദീദിലെ ഈ ആയത്ത് എപ്പോ ഇറങ്ങിയതാണെന്നും ആരെ വിമർശിച്ചുകൊണ്ട് ഇറങ്ങിയതാണെന്നും എനിക്ക് നന്നായിട്ടറിയാം. അപ്പോൾ കൂട്ടുകാർ ചോദിച്ചു, എന്തിനാണ് ഇബ്നു മസ്ഊദ്, ഏതാണ് അതിൻ്റെ സബബുൻ നുസൂൽ? അപ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയും, ഒന്നുമല്ല, മദീനയിലേക്ക് ഞങ്ങൾ ഹിജറ വന്നപ്പോൾ ഞങ്ങളിൽ ഒരാൾക്കും മറുതുണി ഉണ്ടായിരുന്നില്ല, മിക്കവർക്കും കാലിൽ ചെരുപ്പുണ്ടായിരുന്നില്ല, കിടന്നുറങ്ങാനൊരു വീടിനെ കുറിച്ച് ആലോചിക്കാൻ പോലും നിവൃത്തിയുണ്ടായിരുന്നില്ല. ഞങ്ങൾ കണ്ട ഈത്തപ്പനയുടെ ചുവട്ടിലും ആരാൻ്റെ വീടിൻ്റെ തണലിലുമൊക്കെയാണ് കിടന്നുറങ്ങിയിരുന്നത്. അങ്ങനെ ബദർ വന്നു, ബദർ ഞങ്ങൾ വിജയിച്ചു. അപ്പം അത്യാവശ്യമൊക്കെ തുണിയും കുപ്പായം കിട്ടി, ചെരുപ്പ് കിട്ടി, ചിലർക്കൊക്കെ ഒരു 4 ഈത്തപ്പന വെക്കാനുള്ള സ്ഥലം വാങ്ങാനുള്ള സമ്പാദ്യം ഉണ്ടായി. 1-2 ആൾക്കാർ ചെറിയ ഷെഡുകളൊക്കെ വെച്ചു. അപ്പം അങ്ങനെ അത്യാവശ്യം ഇങ്ങനെ പിടിച്ചു നിൽക്കാനായപ്പോൾ ഞങ്ങളിൽ ചിലർ ജമാഅത്ത് നമസ്കാരങ്ങളിൽ നിന്ന് മെല്ലെ മെല്ലെ പിൻവലിയാൻ തുടങ്ങി. സുബ്ഹാനല്ലാഹ്. എൻ്റെ മുഅ്മിനീങ്ങളെ, എനിക്കും ഉങ്ങൾക്കും ജമാഅത്ത് നിസ്കാരങ്ങളിൽ നിന്ന് പിൻവലിയാനുള്ള ന്യായം എന്താ? ഈ പറഞ്ഞു തന്നെയല്ലേ. ഇനി ഇതൊക്കെയാണ് മാറ്റിയേക്ക്. ഉച്ചക്ക് കഞ്ഞി കുടിക്കേണ്ടതില്ല, 10 മണിക്ക് കഞ്ഞി കുടിക്കേണ്ടതില്ല. അപ്പൊ നമ്മൾ എവിടെ ഉണ്ടാവും? കൃത്യമായിട്ട് 1 മാസം ജമാഅത്തിലുണ്ടാവും. ഈ കഞ്ഞി കുടിയും ചോറ് കഴിക്കലാണ് തുടങ്ങിയാലോ പിന്നെ ജമാഅത്തിനും ഇന്നുള്ള ആൾക്കാർ തന്നെ ഉണ്ടാവുള്ളൂ. അപ്പൊ ആ സന്ദർഭത്തിൽ ഞങ്ങളെ വിമർശിച്ചുകൊണ്ട് ഇറങ്ങിയതാണ് ഏത്? അലം യഅ്നില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹി വമാ നസല മിനൽ ഹഖ്. മുഅ്മിനീങ്ങളെ, നിങ്ങൾക്കിനിയും സമയമായില്ലേ? അള്ളാഹുവിൻ്റെ ദിക്റിലേക്ക് നിങ്ങളെ മനസ്സുകളെ പാകപ്പെടുത്തുവാൻ, വിനയപ്പെടുത്തുവാൻ നിങ്ങൾക്ക് സമയമായില്ലേ? വലാ യകൂനൂ, അവരാവാതിരിക്കട്ടെ, കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബൽ, മുൻപേ വേദഗ്രന്ഥം നൽകപ്പെട്ടിരുന്ന ജൂത ക്രൈസ്തവരെ പോലെ അവരാകാതിരിക്കട്ടെ. എന്താ സംഗതി? ഫത്വാല അലൈഹിമുൽ അമദു, വേദഗ്രന്ഥം നൽകപ്പെട്ട മൂസ നബിയുടെ, ദാവൂദ് നബിയുടെ, ഈസ നബിയുടെ കാലഘട്ടങ്ങളിലൊക്കെ അവർ നല്ല മനുഷ്യരായിരുന്നു, മുത്തഖികളായിരുന്നു. ആ പ്രവാചകന്മാർ മരണപ്പെട്ട് കാലങ്ങൾ കടന്നുപോയപ്പോ
ഫഖസത്ത് ഖുലൂബുഹും, അവരുടെ മനസ്സുകളൊക്കെ കടുത്തുപോയി, ഇരുണ്ടതായി പോയി, ഇടുങ്ങിയതായി പോയി, സത്യധർമാദികൾക്ക് സ്ഥാനമില്ലാത്തതായി പോയി, പ്രവേശനമില്ലാത്തതായി പോയി, പരലോകമില്ല, മരണമില്ല, മരണാനന്തര ജീവിതമില്ല, ഇല്ലായിട്ടൊന്നുമില്ല, അത് ഓർക്കാൻ നേരമില്ലാതെ പോയി. ഫഖസത്ത് ഖുലൂബുഹും, അങ്ങനെയവർക്ക് മനസ്സു കടുത്തവരായി പോയി. എന്നിട്ട് അല്ലാഹു പറഞ്ഞ പ്രയോഗം എന്താണെന്നറിയങ്ങൾ? അവരിൽ ബഹുഭൂരിഭാഗവും തെമ്മാടികളായി, വൃത്തികെട്ടവരായി, മോശപ്പെട്ടവരായി മാറി. അതുപോലെ നിങ്ങൾ ആവരുത്. ഞാൻ ഇത്രയും പറഞ്ഞു എന്തെന്നാ അറിയോ? ഞാൻ ഒന്നുകൂടെ പറയാ. നാളെ പ്രിയപ്പെട്ടവരെ റമളാൻ മാസം വരികയാണ്. അള്ളാഹു നമുക്ക് ഇബാദത്തുകൾ നിർണയിച്ചത് എന്തിനാന്നൊരു ആലോചന നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അള്ളാഹു നമുക്ക് ഇബാദത്തുകൾ നിർണയിച്ച് തന്നതിൻ്റെ രഹസ്യങ്ങൾ വായിച്ച് പിന്നോക്കം പോകുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, നാം അള്ളാഹുവിൽ നിന്ന് തുടങ്ങിയ യാത്രയാണല്ലോ. അള്ളാഹു നമുക്ക് ആ തുടക്കത്തിൽ നൽകിയിരുന്നത് ഒരു കളങ്കവും ഏൽക്കാത്ത വിശുദ്ധമായ ഒരു ഹൃദയമായിരുന്നു. ആ വിശുദ്ധമായ കളങ്കമേൽക്കാത്ത ഹൃദയം നമ്മുടെ ശരീരത്തിൽ നിലകൊണ്ടിരുന്നത് നമുക്ക് പ്രായപൂർത്തി എത്തുന്നത് വരെയായിരുന്നു. നമുക്ക് പ്രായപൂർത്തി എത്തുന്നത് വരെ അതുകൊണ്ട് തന്നെ അള്ളാഹു നമസ്കാരാദി ഒരു ഇബാദത്തുകളും നമ്മൾ നിർബന്ധമാക്കിയതും ഇല്ല. അന്ന് നമ്മൾ വിശുദ്ധരാണ് എന്നർത്ഥം. നമ്മൾ സ്വന്തം നിലപാടിലേക്ക് മാറുവാൻ തുടങ്ങിയ അന്നു മുതൽ നമ്മുടെ മനസ്സിൽ കളങ്കം വന്നുകൊണ്ടേയിരുന്നു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ മുഅ്മിന ഇദാ അദ്റബ ദംബൻ കാന ലഹു നുഖ്തതൻ സൗദാ ഫീ ഖൽബി. ഒരു സത്യവിശ്വാസി ഒരു തെറ്റ് ചെയ്താൽ, ഒരു കുറ്റം ചെയ്താൽ, ഒരു അബദ്ധം സംഭവിച്ചാൽ, ഒരു വീഴ്ച സംഭവിച്ചാൽ, ഒരു പാപം സംഭവിച്ചാൽ, ആ വീഴ്ച, പാപം, തെറ്റ്, കുറ്റം അവൻ്റെ മനസ്സിൽ കാനാ നുഖ്തതൻ ഫീ ഖൽബിഹി, ഒരു കാക്കപ്പുള്ളിയായി സ്ഥാനം പിടിക്കും. സുബ്ഹാനല്ലാഹ്, എന്താ പറയുന്നത് നോക്കണം. റസൂലുള്ളാഹി പറഞ്ഞു, അതവൻ്റെ മനസ്സിലൊരു കാക്കപ്പുള്ളിയായി സ്ഥാനം പിടിക്കും. ആ പാപചിന്തയിൽ നിന്ന് അവൻ മടങ്ങുകയും ആ പാപത്തെ അവൻ പൊരുതി തോൽപ്പിക്കുകയും ആ പാപത്തിൽ നിന്ന് അവൻ തൗബ ചെയ്യുകയും ചെയ്താൽ സഖുല ഖൽബുഹു, അവന്റെ ഹൃദയം പഴയ വിശുദ്ധിയിലേക്ക് പോകും. വഇൻ സാദ, ഇല്ല അവൻ ആ പാപത്തിൽ തന്നെ തുടരുവാനാണ് താല്പര്യമെങ്കിൽ സീദ, ആ പാപക്കറകൾ അങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. ഹത്താ തഗ്ലിഖ ഖൽബഹു, അങ്ങനെ അവന്റെ ഹൃദയം മൂടിപ്പോകും. സുമ്മ ഖറഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. അവരുടെ മനസ്സുകൾ തെളിവുരുണ്ടു പോയത്, കടുത്തുപോയത്, കറുത്തുപോയത്, കരുവാളിച്ചു പോയത് അവർ ചെയ്തു കൂട്ടിയ തെറ്റുകുറ്റങ്ങൾ കൊണ്ടായിരുന്നു. ഈ തെറ്റുകുറ്റങ്ങളിൽ നിന്ന്, ഈ അറിഞ്ഞും അറിയാതെയും വരുന്ന വീഴ്ചകളിൽ നിന്ന് നമ്മെ പഴയ വിശുദ്ധിയിലേക്ക് കൊണ്ടുപോകുവാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബാദത്തുകൾ നമുക്ക് നിശ്ചയിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞത്, അസ്സലാത്തു ഇല സ്വലാത്തി വൽ ജുമുഅത്തു ഇലൽ ജുമുഅത്തി വർ റമദാനു ഇലർ റമദാനി മുകഫിറാത്തും മാ ബൈനഹുന്ന ഇദ ജുതുനിബത്തിൽ കബായിർ. റവാഹു മുസ്ലിം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാ, അസ്സലാത്തു ഇല സ്വലാത്തി, തുടർച്ചയായുള്ള നമസ്കാരങ്ങൾ, വൽ ജുമുഅത്തു ഇലൽ ജുമുഅ, തുടർച്ചയായി പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ജുമുഅകൾ, വറമദാനു ഇലർ റമദാനി, തുടർച്ചയായി നോറ്റുകൊണ്ടിരിക്കുന്ന റമദാനിലെ നോമ്പുകൾ, അവ സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ അതാത് സഹോദരങ്ങൾ സാന്ദർഭികമായിട്ടൊരു സംഗതി പറയല്ലേ. ബാങ്ക് കേട്ടാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത് മുസ്ലിമിൽ കാണാം, ഇദാ സമഅ്തുമുൻ നിദാ എന്നും ഇദാ സമഅ്തുമുൽ മുഅദ്ദിൻ എന്നും. രണ്ടിൻ്റെയും അർത്ഥം ബാങ്ക് വിളി കേട്ടാൽ. ബാങ്ക് വിളി കേട്ടാൽ ഫഖൂലു മിസ്ല മാ യഖൂൽ, ബാങ്കിൻ്റെ പദങ്ങൾ ആവർത്തിച്ച് പറയണം. തുമ്മ സ്വല്ലു അലയ്യ, പിന്നെ എൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലണം. ഫൈനഹു മൻ സ്വല്ല അലയ്യ സ്വലാത്തൻ സ്വല്ലല്ലാഹു അലൈഹി ബിഅശർ, എനിക്കൊരു സ്വലാത്ത് ചൊല്ലിയാൽ പകരം അള്ളാഹു അവനെ 10 തവണ അനുഗ്രഹിക്കും. തുമ്മസലൂലിയൽ വസീല, പിന്നെയാണ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്. അപ്പോൾ എല്ലാവരും അത് മനസ്സിലുണ്ടാകുന്നാലും ഞാനൊന്ന് ഓർമ്മപ്പെടുത്തി വെച്ചതാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. രണ്ടാമത്, 8:30 നമ്മുടെ ജമാഅത്ത് നീട്ടി വെച്ചിട്ടുണ്ട്. അതിനു മുമ്പ് ഇൻഷാ അല്ലാഹ്
ഞാൻ അവസാനിപ്പിക്കും. ജമാഅത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നിച്ച് നമസ്കരിക്കാം ഇൻഷാ അല്ലാഹ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹുയുടെ ഇബാദത്തുകൾ നമുക്ക് നിർണയിച്ചു വെച്ചത് നമ്മിൽ വന്നു പോകുന്ന അറിയും അറിയാതെയും വരുന്ന വീഴ്ചകൾക്ക് പ്രായശ്ചിത്തമായിട്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമസ്കാരത്തെക്കുറിച്ച് പറഞ്ഞത് നോമ്പുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ ചർച്ച വരുന്നത്. പക്ഷെ നോമ്പിലേക്ക് നമ്മൾ എത്തണമല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മൾ നമസ്കാരത്തെക്കുറിച്ച് പറഞ്ഞത് അഫ്ളലുൽ അഅ്മാൽ എന്നാണ്. ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിലെ അതിപ്രധാനമായത് അസ്വലാത്തുൽ ഇമാദുദ്ദീൻ, അതാകുന്നു മതത്തിൻ്റെ നെടും തൂൺ. ഫമൻ തറക്കഹ ഫഖദ് ഹദമദ്ദീൻ, അത് നഷ്ടപ്പെടുത്തിയവൻ, അത് ഉപേക്ഷിച്ചവൻ മതത്തെ തകർത്തവനാകുന്നു. കാരണം അവലുമായി യുഹാസബു ബിഹിൽ മർഉ യൗമൽ ഖിയാമത്തി സ്വലാത്ത, മുസൽമാനായ ഒരാൾ നാളെ പരലോകത്തെത്തുമ്പോൾ ആദ്യമായി വിചാരണ നേരിടേണ്ടി വരിക അവൻ്റെ നമസ്കാരമാകുന്നു. ആ നമസ്കാരം അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, അള്ളാഹു പഠിപ്പിച്ചത് വഅഖിമിസ്വലാത്ത ലിദിക്രി, നമസ്കാരം തുടർച്ചയായി നിലനിർത്തിയാൽ എന്നെ സംബന്ധിച്ചുള്ള ഓർമ്മ സദാസമയവും നിന്റെ മനസ്സിലുണ്ടാകും. എന്നെ സംബന്ധിച്ച് ഓർമ്മ നിന്റെ മനസ്സിലുണ്ടാകുന്ന ഒരു കാലത്തും നിനക്ക് പിഴവ് പറ്റുകയില്ല. കാരണം ഇന്ന സ്വലാത്ത തൻഹാനിൽ ഫഹ്ശാഇ വൽ മുങ്കർ, എല്ലാ വിധത്തിലുള്ള മ്ലേച്ഛതകളിൽ നിന്നും വൃത്തികേടുകളിൽ നിന്നും നമസ്കാരം നിങ്ങൾക്ക് തടസ്സമായി നിൽക്കും, നിങ്ങളെ രക്ഷപ്പെടുത്തിയെടുക്കുമെന്ന്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, നമസ്കാരം കൃത്യനിഷ്ഠയോടുകൂടി വ്യവസ്ഥാപിതമായി സമയബന്ധിതമായി നിർവഹിക്കുന്ന ഒരു ശീലം ഈ ഉമ്മത്ത്, നാം നമ്മുടെ കുടുംബങ്ങൾ സ്വായത്തമാക്കേണ്ടതുണ്ട്, ആദ്യമായും പ്രഥമമായും. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഖുൽ അറഅയ്തും ഇൻ കാന ഫീ ബാബി അഹദികും നഹ്റൻ ഫയഗ്തസിൽ മിൻഹു കുല്ല യൗമിൻ 5 മർറാത്തിൻ ഹൽ യബ്ഖാ മിൻ ദറനിഹി ശൈഅ. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, നിങ്ങളിൽ ഒരാളുടെ വീട്ടുമുറ്റത്ത് ഒരു കുളമോ തോടോ പുഴയോ അരുവിയോ ഉണ്ട് എന്ന് വിചാരിക്കുവീൻ. നിങ്ങൾ അവിടെ നിന്ന് ദിനേന 5 തവണ കുളിക്കുന്നയാളാണ് എന്നും വിചാരിക്കുവീൻ. നിങ്ങളുടെ ശരീരത്ത് ചെളി തളം കെട്ടി നിൽക്കുമോ? സ്വഹാബത്ത് പറഞ്ഞു, ഖാലു ലാ യബ്ഖാ മിൻ ദറനിഹി ശൈഅ. ഇല്ല പ്രവാചകരെ, ചെളി ആവാനുള്ള സാധ്യതയുണ്ട്, പക്ഷേ അതവിടെ തളം കെട്ടി നിൽക്കുകയില്ല, അടുത്ത് കുളിക്കുമ്പോൾ അത് പോകും. അപ്പോൾ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഫദാലിക മദലു സ്വലവാത്തിൽ ഖംസ്, അതാണ് 5 നേരത്തെ നമസ്കാരത്തിന്റെ ഉദാഹരണം. യംഹുല്ലാഹു ബിഹിന്നൽ ഖതായാ, അല്ലാഹു നമ്മിൽ നിന്ന് വന്നു പോകുന്ന ചെറുതുവായ ചെറിയ ചെറിയ വീഴ്ചകളൊക്കെ ആ നമസ്കാരം കൊണ്ട് മായ്ച്ചു കളയുമെന്ന്. അപ്പോൾ നമസ്കാരം കൊണ്ട് ലഭിക്കാത്ത ഒരു തഖ്വ, നമസ്കാരം കൊണ്ട് ലഭിക്കാത്ത ഒരു ജീവിത വിശുദ്ധി, നമസ്കാരം കൊണ്ട് ലഭിക്കാത്ത ഒരു സൂക്ഷ്മത നമുക്ക് നോമ്പ് കൊണ്ട് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതിൽ വലിയ കാര്യമില്ല. നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക, 100 മാസത്തിൽ 150 തവണ നമസ്കരിച്ചിട്ട് ലഭിക്കാത്ത ഒരു മാനസിക വിശുദ്ധിയും ദൈവഭയവും മറ്റന്നാൾ റമദാൻ മാസം കണ്ടോട്ടെ എന്നിട്ട് ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിക്കുന്നത് മൂഢമാണ്. വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് നാം എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അൽ അഹദുല്ലദീ ബൈനനാ വബൈനഹും അസ്സലാ, നാമും നാം അല്ലാത്തവരും തമ്മിലുള്ള വേർതിരിവ്, വ്യത്യാസം അസ്വല, നമസ്കാരമാണ്. ഫമൻ തറക്കഹ ഫഖദ് കഫർ, മനഃപൂർവ്വം അത് ഉപേക്ഷിച്ചാൽ, അതിനെ നിസ്സാരവൽക്കരിച്ചാൽ അവന് പിന്നെ മതത്തിൽ സ്ഥാനമില്ല. കുത്തേറ്റ് കിടക്കുകയാണ് അമീറുൽ മോമിനീൻ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഇരുതല മൂർച്ചയുള്ള വിഷം പുരട്ടിയ കത്തി കൊണ്ട് അദ്ദേഹത്തിൻ്റെ വയറിനും മുതുകിനും 6 കുത്തുകളാണ് കുത്തിയത്. കുത്തേറ്റ് കുടൽമാല വെളിയിൽ ചാടി പൊട്ടിപ്പൊളിഞ്ഞ് അദ്ദേഹം ബോധം കെട്ടുവീണ്. എവിടെയാണ്? സുബഹി ജമാഅത്തിന് സൊഫുകൾ നേരെയാക്കുന്ന മസ്ജിദ് നബവിയുടെ സൊഫുകൾക്കിടയിലാണ് വീണത്. ആളുകൾ അദ്ദേഹത്തെ വിളിച്ചുണർത്താൻ നോക്കി, സാധിച്ചില്ല. വാരിയെടുത്തു കുടൽമാല തുണി കൊണ്ട് വെച്ച് വയറ്റത്ത് കെട്ടി അങ്ങനെ കിടന്നു. അദ്ദേഹത്തിന് അവർ പാല് കൊടുത്തു നോക്കി, ഒരു കേടുമില്ലാതെ ആ പാല് പുറത്തേക്ക് വന്നു. സകല ചോരയും ഒഴുകിപ്പോയിരുന്നു.
മുന്തിരി ജ്യൂസ് കൊടുത്ത് അതും അതുപോലെ വന്നു എന്ന് ഇബ്നു കസീറൊക്കെ പറയുന്നത് കാണാം. അദ്ദേഹത്തിന് ബോധം കെട്ടുപോയി. ആളുകൾ സൊഫിൽ തരിച്ചു നിൽക്കുകയാണ്. ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ വന്നിട്ട് ഉമർ 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 എന്നിങ്ങനെ വിളിച്ചു. ഉമർ വിളി കേൾക്കുന്നില്ല. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അങ്ങനെ വിളിച്ചിട്ട് കാര്യമില്ല, ഉമറിനെ നമസ്കാരം ചേർത്തൊന്ന് വിളിച്ചു നോക്കടോ. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ ഉമറിന്റെ ചെവിയിൽ ഇങ്ങനെ ചെവിയിൽ ഇങ്ങനെ വായി വെച്ചിട്ട് പറഞ്ഞു, അസ്വലായ ഉമർ, അസ്വലായ ഉമർ, അസ്വലായ ഉമർ. ഉമറേ നമസ്കാരം, ഉമറേ നമസ്കാരം. മൂന്നാമത് വിളി വന്നപ്പോഴേക്ക് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ബദ്ധപ്പെട്ട് കണ്ണുകൾ വലിച്ചു തുറന്ന് ചുറ്റുപാട് നോക്കുമ്പോൾ ആളുകൾ സ്വഫായി നിൽക്കുകയാണ്. സ്ഥലകാല ബോധം വന്ന അദ്ദേഹത്തിന് മനസ്സിലായി താൻ സുബഹി നമസ്കരിച്ചിട്ടില്ല എന്ന്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പ്രായപൂർത്തിയായ മക്കള് വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ നമ്മൾ സുബഹി നിസ്കരിക്കുമ്പോഴും പള്ളിയിൽ പോകുമ്പോഴൊക്കെ നമ്മളൊന്ന് ആലോചിക്കേണ്ട ഒരു സംഗതിയാണത്. ഈ കുട്ടികൾ എന്തായിട്ടാണ് തീരുന്നത്? എന്തിനാണ് നമ്മളിവിടെ വളർത്തിയുണ്ടാക്കിയത്? എന്തേ നമുക്കിവിടെ അവരെ വളർത്തിയുണ്ടാക്കിയിട്ട് കിട്ടിയത് എന്ന് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു എഴുന്നേൽക്കാൻ നോക്കി, സാധിക്കുന്നില്ല. അദ്ദേഹം വയറ്റത്തുനിന്ന് ഇങ്ങനെ കനം വന്നപ്പോൾ നോക്കുമ്പോൾ അവിടെ അങ്ങനെയൊക്കെയാണ് സംഭവം, എഴുന്നേൽക്കാൻ വയ്യാ. അവസാനം അദ്ദേഹം പറഞ്ഞു, അസ്വലാ വഹാ അനദാ, പടച്ചവനെ നമസ്കാരത്തിന്റെ നേരമാണല്ലോ, ഞാൻ ഈ കോലത്തിന് ഗതികെട്ടു പോയല്ലോ തമ്പുരാനെ, എനിക്ക് കിടന്നിടത്തുനിന്ന് അനങ്ങാൻ പോലും വയ്യല്ലോ. ജനങ്ങളെ നിങ്ങൾ അറിയണം, അലാ ലാ ഹല്ല ഫിൽ ഇസ്ലാമി ലിതാരികി സ്വലാ, നമസ്കാരം ഉപേക്ഷിക്കുന്നവന് ഇസ്ലാമിൽ മെമ്പർഷിപ്പിന് അവകാശമില്ല എന്ന് നിങ്ങൾ അറിയണമെന്ന് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ആ സമയത്തെ വസിയത്താണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെടുന്നതിന് മുമ്പ് പറഞ്ഞ 3 വാക്കുകളിൽ ഒന്നതാണ്. അവസാനം പറഞ്ഞത് അല്ലാഹുമ്മ ഇലർ റഫീഖിൽ അഅലാ എന്നാണ്. അതിന്റെ തൊട്ട് മുമ്പ് പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ് അലാ ഇന്നലിൽ മൗതി ലസക്കറാത്ത് എന്നാണ്. അതിനു മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അസ്സലാ വസ്തൗസു ബിന്നിസാഇ ഖൈറാ എന്നാണ്. നമസ്കാരം അത് മുറുകെ പിടിക്കുകയും ജനങ്ങളെ. എത്രയാണ് ഇതിൻ്റെ പ്രത്യേകത നോക്കാണ്, നമ്മൾ എങ്ങനെയാണത് കാണുന്നത് നോക്കാണ്. ബാങ്ക് കൊടുക്കുമ്പോൾ നമ്മൾ പള്ളിൻ്റെ വക്കത്തുണ്ടെങ്കിൽ പോലും എനിക്കൊരു അത്യാവശ്യമുണ്ട് എന്ന് പറഞ്ഞ് പോകുന്ന ഉമ്മത്ത്, അവർക്ക് റമളാനല്ല ലൈലത്തുൽ ഖദർ അവരുടെ വീട്ടിലേക്ക് ഇറങ്ങി വന്നാലും എന്ത് കാര്യമുണ്ട് ജനങ്ങളെ. അതാണ് ഞാൻ ആ ആയത്ത് വെച്ചത്, വലാ തകൂനൂ കല്ലദീന നസുല്ലാഹ, അല്ലാഹനെ മറന്ന പോലെ ആവരുത്. ഇന്ന് പള്ളിയിൽ പോകാത്ത ചങ്ങായി നാളെയാണ്ട് പോകുമ്പോൾ ഇന്ന് പോകാതിരുന്നത് കണ്ട പടച്ചവൻ തന്നെയാണ് നാളെയും അത് കാണുന്നത്. ഈ പോകുന്നവന്റെ മനസ്സും പോകാതിരുന്നപ്പോഴത്തെ മനസ്സും ഈ തമ്പുരാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അഷ്വാഹുല്ലാഹു, അതവൻ രേഖപ്പെടുത്തി വെച്ചിട്ടുമുണ്ട്. വനസൂഹു, നിങ്ങളത് മറന്നു എന്നേ ഉള്ളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമസ്കാരം ഒരു ശീലമാക്കാൻ ഈ ഇശാ ജമാഅത്ത് മുതൽ നാം തുടങ്ങേണ്ടതുണ്ട്. എന്ത് കാരണവശാലും അതൊഴിവാക്കാതിരിക്കാൻ ബോധമുള്ളപ്പോൾ മുതൽ ബോധമില്ലാത്തപ്പോൾ വരെ നമുക്ക് നിർബന്ധമായ ആ ഒരു ഇബാദത്ത് നഷ്ടപ്പെടുത്തിയിട്ട് കൊല്ലത്തിൽ ഒരിക്കൽ വരുമ്പോൾ നോമ്പ് അന്ന് നമുക്ക് ഇതാവാം എന്ന് പറയുന്നത് കൊണ്ട് അല്ലാഹു അത് സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത് വിഡ്ഢികളുടെ മലർപിടിക്കാരൻ്റെ സ്വപ്നമായി അവശേഷിക്കും എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അല്ലാഹു നമുക്ക് നൽകിയ രണ്ടാമത്തെ അനുഗ്രഹം ഒന്ന് നമ്മുടെ ശരീരമാണ്, അതിൻ്റെ ഇബാദത്താണ് നമസ്കാരം. രണ്ടാമത് അല്ലാഹു നമുക്ക് നൽകിയ മഹത്തായ നിഅമത്താണ് നമ്മുടെ സമ്പത്ത്. ആ സമ്പത്ത് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അവർക്ക് ഷഹാദത്ത് അംഗീകരിപ്പിക്കുക. അവർ ഷഹാദത്ത് അംഗീകരിച്ചാൽ അന്നല്ലാഹു അഫ്തറദ ലഹും 5 സലവാത്തിൻ ഫീ കുല്ലി യൗം, 5 നേരത്തെ നമസ്കാരം അവർക്ക് നിർബന്ധമാണ് എന്നവരെ അറിയിക്കുക. അതും അവർ സമ്മതിച്ചാൽ, ഈ രണ്ടും സമ്മതിക്കുന്നവരും നടപ്പിൽ വരുത്തുന്നവരുമാണ് നാം. ഷഹാദത്ത് കലിമ പൂർണ്ണമായി ഉൾക്കൊണ്ട് ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം 5 നേരം നമസ്കാരം സത്യസന്ധതയോടെ കൃത്യനിഷ്ഠയോടെ നിർവഹിക്കുന്ന ആളുകളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ പറയുക
പറയുവാനും ഉപദേശിക്കുവാനും കൽപ്പിച്ചത് ഫഅലിംഹും അന്നല്ലാഹ ഇഫ്തറല ലഹും ഫീ അംവാലിഹിം സദഖതൻ എന്നാണ്. അവരുടെ സമ്പത്തിന്റെ ഒരു നിശ്ചിത വിഹിതം അല്ലാഹു സക്കാത്തായി നിശ്ചയിച്ചിട്ടുണ്ട്. തുഅഖദു മിൻ അഗ്നിയാഇഹിം വതുറദ്ദു ഇലാ ഫുഖറാഇഹിം. അത് അവരുടെ സമ്പന്നന്മാരിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ടതുണ്ട്, അവരിലെ പാവപ്പെട്ടവർക്ക് നാം അത് വിതരണം ചെയ്യേണ്ടതുമുണ്ട് എന്നവരോട് പഠിപ്പിക്കണം എന്നാണ്. അത് പൂർത്തിയാക്കാതെ അല്ലേ, 1 ഫുള്ളാണ്, 2 ഫുള്ളാണ്, പിന്നെ നമ്മൾ 4ലേക്കാണ് ചാടലാണ്. 3നെ സംബന്ധിച്ച് നമുക്കൊരു ചിന്തയില്ല അല്ലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, മാ ഖാലതത്തി സ്വദഖ ഔ ഖാല സകാത്ത് ബിൽ മാൽ. സ്വന്തം സമ്പത്തിന്റെ കൂടെ, മക്കൾക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിന്റെ കൂടെ, വസ്ത്രത്തിന്റെ കൂടെ, അവർക്കുണ്ടാക്കുന്ന വീടിന്റെ കൂടെ, അവർക്ക് നൽകുന്ന അനന്തരാവകാശത്തിന്റെ കൂടെ അള്ളാഹു നിർബന്ധമാക്കി വെച്ച സക്കാത്തിന്റെ ഒരു പണമെങ്കിലും ഒരു പൈസയെങ്കിലും ഇടകലർന്നാൽ ഇല്ലബുത്തലാഹും റബ്ബുഹും ബിസ്സിനീൻ. ആ നാട് അള്ളാഹു പട്ടിണി കൊണ്ട് പരീക്ഷിക്കാതിരിക്കില്ല, ആ നാട്ടിൽ അള്ളാഹു വറുതി നൽകാതിരിക്കില്ല, ആ നാട്ടിൽ അള്ളാഹു ദാരിദ്ര്യം നൽകാതിരിക്കില്ല എന്ന് അഷ്റഫുൽ ഖൽഖ് ദീർഘദർശനം ചെയ്തത് നമ്മുടെ ലോകത്ത്, നമ്മുടെ കാലഘട്ടത്തിൽ ശരിയായി പുലരുന്നുണ്ട് എന്നെങ്കിലും നാം തിരിച്ചറിയേണ്ടതുണ്ട്. മടങ്ങിപ്പോകാൻ നമ്മുടെ മുമ്പിലുള്ള മാർഗം ആ സക്കാത്ത് പൂർണ്ണമായി നൽകി തീർക്കുക എന്നത് മാത്രമാണ്. 4ാമത് അല്ലാഹു നമ്മോട് പറഞ്ഞ ഇബാദത്താണ് ഇൻഷാ അല്ലാഹ് നാളെ മുതൽ, മറ്റന്നാൾ മുതൽ നാം അനുഷ്ഠിക്കേണ്ടി വരിക റമളാൻ. എന്താണ് യഥാർത്ഥത്തിൽ റമളാൻ? ഭാഷാപരമായി 2 അർത്ഥമാണ് അതിനുള്ളത്. ഒന്ന് കരിച്ചു കളയുന്നത് എന്നാണ്. ആ കരിച്ചു കളയുന്നത് എന്നതിൻ്റെ സാങ്കേതികമായ അർത്ഥം മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന പാപങ്ങൾ കരിച്ചു കളയുന്നത് എന്നാണ്. 2ാമത് ആ പദത്തിൻ്റെ അർത്ഥം ഇടിയോടുകൂടി നിലക്കാതെ പെയ്യുന്ന തോരാത്ത പെരുമഴ എന്നാണ്. ഇടിയോടുകൂടി നിലക്കാതെ പെയ്യുന്ന തോരാത്ത പെരുമഴ ആകാശ ലോകത്ത് നിന്ന് റഹ്മത്തായി, ബറക്കത്തായി, മഗ്ഫിറത്തായി, പുണ്യങ്ങളുടെ പൂക്കാലമായി പ്രതിഫലത്തിന്റെ പെരുമഴ പെയ്യുന്ന കാലമാകുന്നു പരിശുദ്ധ റമളാൻ. അത് എന്താണ് അപ്പോൾ നോമ്പ്? അൽ ഇംസാക്കു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ മനസ്സിലാക്കിക്കോ, അൽ ഇംസാക്കു അനിൽ അക്ലി വശുർബി വൽ ജിമാഇ വശഹവാതി വസൈറിൽ മുഫത്തറാത്തി മിൻ തുലൂഇൽ ഫജ്രി സാനി ഇലാ ഗുറൂബി ശംസി ബിനിയത്തി സൗമി തഖർറുബൻ ഇലല്ലാഹ് എന്നാണ്. അള്ളാഹുവിൻ്റെ തൃപ്തി പ്രതീക്ഷിച്ച്, അള്ളാഹുവിൻ്റെ സാമീപ്യം മോഹിച്ച്, ഖാലിസായ നിയ്യത്തോടുകൂടി ഭക്ഷണപാനീയങ്ങളിൽ നിന്ന്, ലൈംഗിക ബന്ധങ്ങളിൽ നിന്ന്, മറ്റു മാനസിക വ്യാപാരങ്ങളിൽ നിന്ന്, മോഹങ്ങളിൽ നിന്ന്, വ്യാമോഹങ്ങളിൽ നിന്ന്, ദേഹേച്ഛകളിൽ നിന്ന് മനസ്സിനെ പിടിച്ചു നിർത്തുക എന്നതാണ്. അസൗം എന്നാൽ പിടിച്ചു കിട്ടുക എന്നാണ് ഭാഷാപരമായ അർത്ഥം. എന്ത് പിടിച്ചു കെട്ടുക എന്ന്? സർവ്വ നന്മകളെയും തൻ്റെ മനസ്സിൽ പിടിച്ചു കെട്ടുക, സർവ്വ തിന്മകളിൽ നിന്നും തൻ്റെ മനസ്സിനെ പിടിച്ചു കെട്ടുക. ആ 2 പിടിച്ചുകെട്ടലാവണം പരിശീലിക്കേണ്ടത്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പഠിപ്പിച്ചത്. മല്ലം യദഅ ഖൗല സൂരി വൽ അമലി ബിഹി ഫലൈസ ലില്ലാഹി ഹജ്ജ ഫി അയ്യതുറുക തആമഹു വശറാബ. മനസ്സിൻ്റെയും വാക്കുകളുടെയും ശരീരത്തിൻ്റെയും പ്രവർത്തികളിൽ വരുന്ന, മനസ്സും ശരീരവും നല്ലതിൽ പിടിച്ചു നിർത്താൻ കഴിയാത്ത, ചീത്ത വാക്കും പ്രവൃത്തിയും ഉപേക്ഷിക്കാൻ കഴിയാത്ത ആളുകൾ പിന്നെ ഭക്ഷണപാനീയങ്ങൾ മാത്രം ഉപേക്ഷിക്കേണ്ടതില്ല. അവർ ഭക്ഷണപാനീയം ഉപേക്ഷിച്ചത് കൊണ്ട് അള്ളാഹുവിനൊരു താല്പര്യവുമില്ല, അതിന് പ്രതിഫലവും ലഭിക്കാനില്ല. മുങ്ങിക്കുളിച്ചാൽ ഒന്നു മുറിയോ നമ്മൾ ചോദിക്കും. ഞാൻ കളിയാക്കാൻ പറയല്ലോ കേട്ടോ. എണ്ണ തേച്ചാൽ ഒന്നു മുറിയോന്ന് ചോദിക്കും. ഉച്ച കഴിഞ്ഞ് പല്ല് തേച്ചാൽ ഒന്നു മുറിയോന്ന് ചോദിക്കും. ഇഞ്ചക്ഷൻ വെച്ചാൽ ഒന്നു മുറിയോന്ന് ചോദിക്കും. കണ്ണിൽ മരുന്നൊഴിച്ചാൽ ഒന്നു മുറിയോ അല്ല നോമ്പ് മുറിയോന്ന് ചോദിക്കും. ഇതുകൊണ്ടൊന്നും നോമ്പ് മുറിയില്ല. എന്നാൽ കുട്ടികളെ ചീത്ത പറഞ്ഞാൽ, ഒച്ചയും വിളിയും കൂട്ടിയാൽ, വൃത്തികേട് കണ്ടാൽ, വൃത്തികേട് കേട്ടാൽ, വൃത്തികേടിൽ പങ്കെടുത്താൽ, വൃത്തികേടിന് പണം കൊടുത്താൽ, വൃത്തികേടിന് സഹായം ചെയ്താൽ നോമ്പ് മുറിയോന്ന് എന്നോടൊരാളും ചോദിച്ചില്ല. എന്താ ചോദിക്കാത്തത്? നമുക്കറിയാം അതൊക്കെ ചെയ്താൽ നോമ്പ് മുറിയും. അതൊന്നും ഇപ്പം നമ്മളൊട്ട് വിടാൻ പോകണില്ല അല്ലേ.
സത്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതിൽ. അതുകൊണ്ടാണ് ഇതൊരു ഫുഡ് കാർണിവലായി മാറിയത്. നമ്മുടെ മനസ്സിനെ ഒരുക്കിയെടുക്കാൻ കഴിയാത്തത് കൊണ്ടാണ് റമദാൻ മാസത്തിൽ 30 ദിവസവും 30 പൊരിക്കടി ഉണ്ടാകുന്നത്, 30 തരം പലഹാരങ്ങൾ ഉണ്ടാകുന്നത്. ഈ കേരളത്തിൽ എല്ലാ വളവുകളിലും പൊരിക്കടിയുടെ ഷോപ്പ് ഉണ്ടാകുന്ന മാസം മുസ്ലിമീങ്ങൾക്ക് പട്ടിണി കിടക്കേണ്ട മാസമാണ്. ഉള്ളിടത്തോളം വത്തക്ക മുഴുവനും ഇഞ്ചക്ഷൻ വെച്ച് വരുന്നതും നമുക്ക് പട്ടിണി കിടക്കാൻ വേണ്ടിയിട്ടാണ്, ഭക്ഷണം കഴിക്കാത്ത മാസമായതുകൊണ്ടാണ് അല്ലേ. നമ്മുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ പലഹാരങ്ങൾ ചിലവാകുന്നതും ഭക്ഷണപാനീയങ്ങൾ ചിലവാകുന്നതും 2-3 മാസത്തെ ബഡ്ജറ്റ് ഒറ്റ മാസം കൊണ്ട് ചിലവാകുന്നതും നമുക്ക് ഭക്ഷണം കഴിക്കാൻ പാടില്ലാത്ത മാസത്തിലാണ്. 24 മണിക്കൂറും ഭക്ഷണം കഴിക്കാൻ പാടുള്ള മാസത്തിൽ ഇതിൻ്റെ പകുതി ചെലവില്ല അല്ലേ. അപ്പം ഇതിൻ്റെ ലക്ഷ്യം മാറുന്നു. അതുകൊണ്ടാണ് നമുക്കിത് ഫലപ്രദമാവാത്തത്. നോക്കൂ നിങ്ങൾ, ഒരൊറ്റ ചരിത്രം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിക്കും. നമുക്കറിയാവുന്ന ഒരു സ്ത്രീ കഥാപാത്രമുണ്ട് ഇസ്ലാമിക ചരിത്രത്തിൽ. അബൂ സുഫിയാന്റെ ഭാര്യ ഹിന്ദ്, അറിയാമല്ലോ. ഉഹദിന്റെ പടക്കളത്തിൽ ഷഹാദത്ത് വരിച്ച് നിലം പതിച്ച ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊന്ന വഹ്ശിയെ കൊണ്ട് ഹംസയുടെ നെഞ്ചകം കുത്തിപ്പിളർന്ന് കരൾ പുറത്തെടുത്ത് കടിച്ച് ചവച്ച് തുപ്പിയവർ. ഹംസയുടെ മൂക്കും ചെവിയും ചെത്തി മാല കോർത്ത് കഴുത്തിലണിഞ്ഞ് ഉഹദിന്റെ പടക്കളത്തിൽ അവർ താണ്ഡവ നൃത്തമാടി, ഒരു പിശാചിനെ പോലെ. ഹിജറ 3-ാം വർഷം. ഹിജറ 8-ാം വർഷത്തിൽ ഇതേ ഹിന്ദ് മക്ക വിജയത്തിന്റെ ദിനത്തിൽ ഷഹാദത്ത് കലിമ ചൊല്ലി മുസ്ലിമത്തായി. ഹിജറ 10-ാം വർഷത്തിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലേക്ക് ഹജ്ജത്തുൽ വദാഇന് വന്നു. ഹിന്ദ് മുസ്ലിമായിട്ട് 2 വർഷം. ഹിന്ദിന് ലഭിച്ചത് 2 റമദാൻ. ഹജ്ജത്തുൽ വദാഇന് മക്കയിൽ വന്ന് സ്വന്തം ടെന്റിൽ താമസിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ചെന്നിട്ട് ഇതേ ഹിന്ദ് റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, ദൂതരെ, അബൂ സുഫിയാൻ ഒരു പിശുക്കനാണെന്ന് അങ്ങേക്കറിയാമല്ലോ. വീട്ടു ചെലവിന് ആവശ്യമായ സമ്പത്ത് പണം അദ്ദേഹം പലപ്പോഴും തരാറില്ല. പറ്റ കുടുങ്ങുമ്പോൾ ഞാൻ അദ്ദേഹം അറിയാതെ അദ്ദേഹത്തിൻ്റെ കോട്ടിൻ്റെ പോക്കറ്റിൽ നിന്ന് ചില്ലറ നാണയങ്ങൾ എടുക്കാറുണ്ട്. എനിക്കു വേണ്ടിയല്ല, കുടുംബത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണ്. പക്ഷേ ദൂതരെ, അദ്ദേഹത്തോട് ഞാനത് പറയാറില്ല. എനിക്കു ഭയം അദ്ദേഹത്തോട് പറയാതെ കുടുംബച്ചെലവിനാണെങ്കിലും അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ നിന്ന് ഞാൻ എടുക്കുന്ന ആ ചില്ലറ നാണയങ്ങൾ എൻ്റെ പരലോകം നഷ്ടപ്പെടുത്തുമോ എന്നതാണ്. സുബ്ഹാനല്ലാഹ്, ഒരു മനുഷ്യൻ്റെ കരൾ കടിച്ച് തുപ്പിയപ്പോൾ ഇല്ലാത്ത, ഒരു മനുഷ്യൻ്റെ മൂക്കും ചെവിയും ചെത്തി താണ്ഡവ നൃത്തമാടിയപ്പോൾ ഇല്ലാത്ത ഒരു പരലോകം പടച്ചവനെ പേടി 2 കൊല്ലം കൊണ്ട് അതേ സ്ത്രീക്ക് ലഭിച്ചുവെങ്കിൽ അതിന് നമ്മെ പര്യാപ്തമാക്കുന്ന ഇബാദത്താണ് എന്ത്? വിശുദ്ധ റമദാൻ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ജാമിഉ തുർമുദിയിൽ സ്വഹീഹായി വന്ന് നമുക്ക് കാണാം, മൻ സ്വാമ യൗമൻ ഫീ സബീലില്ലാഹി ബഅദല്ലാഹു വജ്ഹഹു അനിൻ നാരി ബിദാലിക്കൽ യൗമി 70 ഖരീഫ. ഒരൊറ്റ നോമ്പ്, ഒരേ ഒരു ദിവസം ഒരാൾ നോമ്പെടുക്കുന്നു അള്ളാഹുവിൻ്റെ മാർഗത്തിൽ. വല്ലാത്തൊരു വർത്താനം അത്. അള്ളാഹിൻ്റെ മാർഗത്തിൽ ഒരൊറ്റ ദിവസം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരാൾക്ക് നോമ്പെടുക്കാൻ കഴിഞ്ഞാൽ ആ ഒരൊറ്റ ദിവസത്തെ നോമ്പിന്റെ ഫലമായി നരകലോകത്ത് നിന്ന് അള്ളാഹു അവനെ അകറ്റി നിർത്തും. 70 വർഷം സഞ്ചരിച്ചാൽ ഒരാൾക്ക് എത്തിപ്പെടാൻ കഴിയുന്ന അത്രയും ദൂരം എന്ന്. ആ ദിനരാത്രങ്ങളാണ് കടന്നു പോകുന്നത്. ആ ദിനരാത്രങ്ങളിലൂടെയാണ് നാം കടന്നു പോകേണ്ടി വരിക ഇൻഷാ അല്ലാഹ്. ആ ഒരു ചിന്തയാണ് ഉണ്ടാവേണ്ടത്. 30 ദിനങ്ങൾ കൊണ്ട് 2100 വർഷം ഒരാൾ സഞ്ചരിച്ചാൽ എത്തിപ്പെടുന്ന അത്രയും ദൂരം നരകലോകത്ത് നിന്ന് അകന്നു നിൽക്കാൻ നമുക്ക് സാധിക്കുമെന്ന് പഠിപ്പിച്ചത് നബിയുനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. വലാ തകൂനൂ കല്ലദീന നസ്സുല്ലാഹ്.
അതുകൊണ്ട് തന്നെ അള്ളാഹുവെ മറന്നവരെ പോലെ നിങ്ങൾ ആവരുത്. ഫഅൻസാഹും അൻഫുസഹും, അതിൻ്റെ ഫലമായി അവർ തങ്ങളെ തന്നെ മറക്കുകയാണുണ്ടായത്, തങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം മറക്കുകയാണുണ്ടായത്. അതോടുകൂടി ഉലൈക ഹുമുൽ ഫാസിഖൂൻ, അവർ തമ്മാടികളായി പോയി. എന്നിട്ട് അള്ളാഹു പറയാം, ലാ യസ്തവി അസ്ഹാബുൻ നാരി വഅസ്ഹാബുൽ ജന്ന, പിഴച്ച കൂട്ടരാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന, പറയുന്ന, മനസ്സിലാക്കുന്ന ആളുകളും നല്ല കൂട്ടരാണ് എന്ന് അഭിമാനിക്കുന്ന നിങ്ങളും ഒരു കാരണവശാലും തുല്യരാവുകയില്ല. നിങ്ങളുടെയും അവരുടെയും വിശ്വാസം തുല്യമല്ലാത്തതുപോലെ, നിങ്ങളുടെയും അവരുടെയും ഇബാദത്തുകൾ തുല്യമല്ലാത്തതുപോലെ സ്വഭാവം തുല്യമാവില്ല, സംസാര ശൈലി തുല്യമാവില്ല, കുടുംബ ബന്ധങ്ങൾ തുല്യമാവില്ല, ഇടപാടുകളും ഇടപെടലുകളും കൈകാര്യങ്ങളും ക്രയവിക്രയങ്ങളും തുല്യമാവില്ല. കാരണം എന്താണെന്നറിയോ? അസ്ഹാബുൽ ജന്നതി ഹുമുൽ ഫായിസൂൻ, സ്വർഗാവകാശികൾ വിജയികളാണ്, പരലോക വിജയികളാണ്. ആ ഒരു പരലോക വിജയത്തിന് ഏറ്റവും ഉപയുക്തമായ ഒരു മാസം ദിനരാത്രങ്ങളിലൂടെയാണ് നമുക്ക് കടന്നു പോകാനുള്ളത്. അതുകൊണ്ട് മനസ്സ് ശുദ്ധമാക്കുക, ചട്ടിയും പാത്രവും ശുദ്ധമാക്കിയതുപോലെ മനസ്സ് ശുദ്ധമാക്കുക, ശരീരം ശുദ്ധമാക്കുക, ഹൃദയം ശുദ്ധമാക്കുക. വരാനിരിക്കുന്ന ദിനരാത്രങ്ങൾ കടന്നു പോകേണ്ടത് എങ്ങനെയാണ്, അത് പരമാവധി ചൂഷണം ചെയ്യുവാൻ എന്തെല്ലാം ചെയ്യണമെന്ന് കുടുംബങ്ങൾ ഒരുമിച്ചിരുന്ന് ആലോചിക്കുക, അത് നടപ്പാക്കാൻ ശ്രമിക്കുക. ഭക്ഷണം കഴിക്കാം, വെള്ളം കുടിക്കാം, പാനീയങ്ങൾ ഉപയോഗിക്കാം, പഴവർഗ്ഗങ്ങൾ ഉപയോഗിക്കാം, അതൊന്നും നമുക്ക് ഹറാമല്ല. വിശ്വാസിക്ക് അതെല്ലാം ദുനിയാവിൽ അനുവദനീയമാണ്. പക്ഷേ ഖാലിസത്തയ്യോമൽ ഖിയാമ, ഖിയാമനാൾ മുതൽ അത് അവന് മാത്രമുള്ളതാണ്. അത് നഷ്ടപ്പെടുത്തുന്ന രൂപത്തിൽ ഇവിടെ അത് ഉപയോഗിച്ച് ഇബാദത്തുകൾക്ക് തടസ്സം വരരുത്. കുലു വശ്റബു, ഭക്ഷിക്കുക, പാനം ചെയ്യുക, വലാ തുസ്രിഫു, അമിതമാവരുത്. കുലൂ വശ്റബൂ ഹനീഅൻ ബിമാ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ എന്ന് സ്വർഗാവകാശികളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ വെച്ച് പറയുമെന്ന് അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഇഷ്ടം പോലെ ഭക്ഷണം കഴിച്ചോളൂ, ഇഷ്ടം പോലെ പാനീയങ്ങൾ ഉപയോഗിച്ചോളൂ. നിങ്ങൾ ഈ ജീവിതത്തിന് വേണ്ടി ദുനിയാവിൽ പലതും ഉപേക്ഷിച്ചവരില്ലേ എന്ന്. അങ്ങനെ പരലോകത്തിന് വേണ്ടി ദുനിയാവിൽ നിന്ന് ചിലതൊക്കെ മാറ്റി നിർത്തുവാൻ നമുക്ക് സാധിക്കുമോ എന്ന പരിശോധനയുടെ പരീക്ഷണത്തിൻ്റെ കാലമാണ് റമദാൻ എന്ന് മനസ്സിലാക്കുക. മടങ്ങുക, മാറുക, നിറഞ്ഞ പ്രാർത്ഥനയോടെ, കണ്ണീരണിഞ്ഞ കണ്ണുകളോടെ, ഉയർന്ന കൽബുകളോടെ, ഉയർന്ന നെറ്റിത്തടങ്ങളോടെ അള്ളാഹുവിലേക്ക് അണയാൻ സാധിക്കുമോ എന്ന് പരിശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന വ ഹബീബിന വ മൗലാന മുഹമ്മദിൽ അമീൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.